നമസ്കാരം, ഇത് ദ ഇന്ത്യൻ. വ്യോമസേനയ്ക്ക് ഇനി 60 പുതിയ ചരക്ക് വിമാനങ്ങൾ കൂടി. വ്യോമസേനയുടെ തന്ത്രപ്രധാനമായ ചരക്ക് നീക്കശേഷി വർദ്ധിപ്പിക്കുന്നതിനായി ഏകദേശം 60 പുതിയ ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ വാങ്ങാനുള്ള പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ഇന്ത്യ. $10 കോടി, ഏകദേശം 83,000 കോടിയിലധികം രൂപ വരെ മൂല്യമുള്ള ഈ കരാർ വൻകിട അന്താരാഷ്ട്ര പ്രതിരോധ നിർമ്മാതാക്കളുടെ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. പദ്ധതിയുടെ ഭാഗമായി വിമാന നിർമ്മാണ പങ്കാളികളാകാൻ പൊതുമേഖലാ സ്ഥാപനമായ HAL, പ്രമുഖ സ്വകാര്യ കമ്പനികളായ ടാറ്റ, അദാനി, മഹീന്ദ്ര എന്നിവർക്കും ഔദ്യോഗിക പ്രപ്പോസൽ ലഭിച്ചിട്ടുണ്ട്. ഇത് ഇന്ത്യയിലെ വളർന്നുവരുന്ന സ്വകാര്യ പ്രതിരോധ മേഖലയ്ക്കും വലിയൊരു പരീക്ഷണമാണ്. അമേരിക്കൻ കമ്പനിയായ ലോക്ഹീഡ് മാർട്ടിൻ്റെ C-130J സൂപ്പർ ഹെർക്കുലീസ്, ബ്രസീലിയൻ കമ്പനിയായ എംബ്രയറിൻ്റെ KC-390 മില്ലേനിയം എന്നിവയാണ് ഈ കരാറിനായി പ്രധാനമായും മത്സരരംഗത്തുള്ളത്. നിലവിൽ ഇന്ത്യൻ വ്യോമസേന പ്രത്യേക ദൗത്യങ്ങൾക്കും തന്ത്രപ്രധാന ചരക്ക് നീക്കത്തിനുമായി C-130J സൂപ്പർ ഹെർക്കുലീസ് ഉപയോഗിക്കുന്നുണ്ട്. അതിനാൽ അതേ വിമാനത്തിൻ്റെ കൂടുതൽ യൂണിറ്റുകൾ വാങ്ങുന്നത് ലോക്ഹീഡ് മാർട്ടിന് നിർണായക നേട്ടമാകും. അതിനാൽ ഇവ കൂടുതൽ വാങ്ങുന്നത് പൈലറ്റ്മാരുടെ പരിശീലനം, അറ്റകുറ്റപ്പണി സൗകര്യങ്ങൾ, സ്പെയർ പാർട്സുകൾ, വിതരണ ശൃംഖല എന്നിവ എളുപ്പമാകുമെന്നത് ലോക്ഹീഡ് മാർട്ടിന് വലിയ മേൽക്കോയ്മ നൽകും. മോശം കാലാവസ്ഥയിലും ഉയർന്ന പർവ്വത മേഖലകളിലെ നിരപ്പില്ലാത്ത ചെറിയ റൺവേകളിലും പ്രവർത്തിക്കാനും ഇവയ്ക്ക് പ്രത്യേക ശേഷിയുണ്ട്. പ്രത്യേകിച്ച് ഉയർന്ന പർവ്വത പ്രദേശങ്ങളിലെ അതിർത്തി മേഖലകളിലേക്കും വിദൂര സൈനിക താവളങ്ങളിലേക്കും സൈനികരെയും ആയുധങ്ങളും മറ്റ് അവശ്യ വസ്തുക്കളും എത്തിക്കുന്നതിൽ ഈ ശേഷി നിർണായകമാകും. അതേസമയം പുതുതലമുറ സൈനിക ട്രാൻസ്പോർട്ട് വിമാനമായ KC-390 മില്ലേനിയം വ്യത്യസ്തമായ ശേഷികളുമായിട്ടാണ് മത്സര രംഗത്തുള്ളത്. കൂടുതൽ ഭാരമുള്ള ചരക്കുകൾ വേഗത്തിലെത്തിക്കാൻ കഴിയുന്ന ഈ വിമാനത്തിന് അടിസ്ഥാന സൗകര്യങ്ങൾ പരിമിതമായ റൺവേകളിലും പ്രവർത്തിക്കാനാകും. കൂടുതൽ ഭാരം ചുമക്കാനും വേഗത്തിൽ പറക്കാനും ഇതിന് സാധിക്കും. സൈനികരെയും ചരക്കുകളും എത്തിക്കുന്നതിനൊപ്പം പറക്കുന്നതിനിടയിൽ മറ്റു വിമാനങ്ങളിൽ ഇന്ധനം നിറയ്ക്കാനും രക്ഷാപ്രവർത്തനം നടത്താനും ഇതിന് സാധിക്കും. ഒന്നിലധികം ദൗത്യങ്ങൾ നിർവഹിക്കാൻ കഴിയുന്ന വിമാനമാണ് ആവശ്യമെങ്കിൽ എംബ്രയർ മികച്ചൊരു ബദൽ മാർഗമാണ്. ഒരു വിമാനത്തിലൂടെ നിരവധി ദൗത്യങ്ങൾ നിർവഹിക്കണമെന്നതാണ് ഇന്ത്യൻ വ്യോമസേനയുടെ പ്രധാന ആവശ്യമെങ്കിൽ KC-390ക്ക് മത്സരത്തിൽ മുൻതൂക്കം നേടാനുള്ള സാധ്യതയുണ്ട്. യൂറോപ്യൻ വിമാന നിർമ്മാതാക്കളായ എയർബസ് മത്സരത്തിൽ പങ്കെടുക്കുമോ എന്നതും ഇന്ത്യൻ വ്യോമസേന നിശ്ചയിക്കുന്ന അന്തിമ സാങ്കേതിക പ്രവർത്തന മാനദണ്ഡങ്ങളെ ആശ്രയിച്ചിരിക്കും. എയർബസിന് വിവിധ സൈനിക ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ ഉണ്ടെങ്കിലും ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന പ്രത്യേക ആവശ്യങ്ങളും പ്രാദേശിക നിർമ്മാണ വ്യവസ്ഥകളും അതിൻ്റെ വിമാനങ്ങൾക്ക് എത്രത്തോളം അനുയോജ്യമാകുമെന്നത് നിർണായകമാണ്. എയർബസ് മത്സരത്തിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ ഇന്ത്യയുടെ 60 വിമാനങ്ങളുടെ വലിയ ടെൻഡർ പ്രധാനമായും അമേരിക്കയുടെ C-130Jയും ബ്രസീലിൻ്റെ KC-390യും തമ്മിലുള്ള പോരാട്ടമായി മാറും. ഇതിനിടെ ഇന്ത്യയുടെ സ്വന്തം ഇടത്തരം ട്രാൻസ്പോർട്ട് വിമാനം വികസിപ്പിക്കാനുള്ള സാധ്യതയും പൂർണ്ണമായി തള്ളിക്കളയാനാകില്ല. HAL നേരത്തെ റഷ്യയുമായി സഹകരിച്ച് മൾട്ടി റോൾ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് പദ്ധതി ആസൂത്രണം ചെയ്തിരുന്നു. എന്നാൽ വിമാന നിർമ്മാണ ഘട്ടത്തിലെത്തുന്നതിന് മുമ്പ് ഇന്ത്യ-റഷ്യ സംയുക്ത പദ്ധതി ഉപേക്ഷിക്കപ്പെടുകയായിരുന്നു. റഷ്യയുമായി വീണ്ടും സഹകരിച്ച് ആ രൂപകൽപ്പനയുടെ പുതിയ പതിപ്പ് വികസിപ്പിക്കാമെന്ന സാധ്യത മുൻ HAL മേധാവി നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അത്തരമൊരു നീക്കം യാഥാർത്ഥ്യമാകുകയാണെങ്കിൽ വിദേശ വിമാനങ്ങൾ വാങ്ങുന്നതിന് പകരം ഇന്ത്യയിൽ തന്നെ ഒരു ഇടത്തരം സൈനിക ട്രാൻസ്പോർട്ട് വിമാനം വികസിപ്പിക്കാനുള്ള വഴിയും തുറക്കും. അതുകൊണ്ട് തന്നെ 60 വിമാനങ്ങൾക്കായിട്ടുള്ള ഈ പദ്ധതി ഒരു സാധാരണ കരാറിനേക്കാൾ വലുതാണ്. ഇന്ത്യയുടെ വ്യോമസേനയുടെ തന്ത്രപ്രധാന ചരക്ക് നീക്കശേഷി വർദ്ധിപ്പിക്കുന്നതിനൊപ്പം രാജ്യത്തെ സ്വകാര്യ പ്രതിരോധ വ്യവസായത്തിന് വലിയ തോതിലുള്ള വിമാന നിർമ്മാണ അവസരവും സൃഷ്ടിക്കുന്ന പദ്ധതിയായിട്ടാകും ഇത് മാറുക.